നിങ്ങൾക്ക് മുടി കൊഴിച്ചിലുണ്ടോ? അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ മുഴുവനായി തന്നെ കണ്ടോളൂ. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇന്നത്തെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മുടി കൊഴിച്ചൽ ഉണ്ടാക്കാനും അതുപോലെ തന്നെ താരൻ മറ്റ് മുടി സംബന്ധമായ പല പ്രശ്നങ്ങളും ഉണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട 4 കാരണങ്ങളെ പറ്റിയിട്ടാണ്. ഈ ഒരു തെറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് മുടി കൊഴിച്ചൽ വരുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞ് അവ ഒഴിവാക്കാനായി ശ്രമിക്കുക. ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ചൂടുവെള്ളം ഉപയോഗിച്ച് മുടി കഴുകുക. പലരും ചെയ്യുന്ന വലിയൊരു മണ്ടത്തരം തന്നെയാണ് ചൂടുവെള്ളം ഉപയോഗിച്ച് മുടി കഴുകുക എന്നത്. പ്രത്യേകിച്ചും തണുപ്പുള്ള കാലത്തൊക്കെ പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് രാവിലെ ചൂടുവെള്ളത്തിൽ കുളിക്കുക എന്നത്. ഇത് നിങ്ങളുടെ മുടിയോട് ചെയ്യുന്ന വലിയ ഒരു തെറ്റാണ്. ഒരിക്കലും ചൂടുവെള്ളത്തിൽ തല കുളിക്കാൻ പാടില്ല. നിങ്ങൾ അങ്ങനെ കുളിക്കുന്നത് നിങ്ങളുടെ മുടിക്ക് വളരെയധികം ദോഷം ചെയ്യും. മുടിയുടെ അറ്റം പിളർന്നു പോകാനും മുടി കൊഴിച്ചൽ കൂട്ടാനുമൊക്കെ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് കാരണമാകും. അതുകൊണ്ട് ഒരിക്കലും തന്നെ ചൂടുവെള്ളത്തിൽ കുളിക്കാൻ പാടുള്ളതല്ല. ടവൽ ഉപയോഗിച്ച് മുടി വളരെ ശക്തമായി തോർത്തുക. പലരും ചെയ്യുന്ന ഒരു തെറ്റാണ്. ഇതുകൊണ്ടാണ് പലർക്കും മുടികൊഴിച്ചൽ വരുന്നതും. പലരും കുളി കഴിഞ്ഞതിന് ശേഷം തല നന്നായി തോർത്തിയതിന് ശേഷം നോക്കുമ്പോൾ ഒരുപാടധികം മുടി അതിൽ കാണാം. അതിന് പ്രധാനപ്പെട്ട കാരണം വളരെ ശക്തിയായി അത് ചെയ്യുന്നത് കൊണ്ടാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. വളരെ മൃദുവായി മാത്രമേ നമ്മുടെ തല ഒപ്പിയെടുക്കുകയാണ് വേണ്ടത്. അതിനുശേഷം വളരെ സോഫ്റ്റായി ജെൻറ്റിൽ മസാജ് ചെയ്യുന്നത് പോലെ ആയിരിക്കണം നമ്മുടെ മുടി ടവൽ ഉപയോഗിച്ച് തോർത്തേണ്ടത്. വളരെ വളരെ ഹാർഡായി ചെയ്യുന്നത് മുടി കൊഴിച്ചൽ കൂട്ടാൻ ഒരു പ്രധാനപ്പെട്ട കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും തന്നെ അങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല. എല്ലാ ദിവസവും കുളിക്കുന്നത്, ഇത് കേൾക്കുമ്പോൾ അല്പം ബുദ്ധിമുട്ട് തോന്നിയേക്കാം. പക്ഷേ ഇത് വളരെ അധികം ഇമ്പോർട്ടൻ്റായ ഒരു കാര്യം തന്നെയാണ്. പല പഠനങ്ങളും പറയുന്നത് ദിവസവും കുളിക്കേണ്ട ആവശ്യമില്ല എന്നതാണ്. കുളിക്കേണ്ട എന്നല്ല, തല നനയ്ക്കേണ്ട ആവശ്യമില്ല എന്നതാണ്. നിങ്ങൾ ആഴ്ചയിൽ 4 അതല്ലെങ്കിൽ 3 തവണ മാത്രമേ തല കഴുകേണ്ട ആവശ്യകതയുള്ളൂ. അതിൽ പറ്റാത്തവരാണെങ്കിൽ ഓരോ ദിവസം ഇടവിട്ട് കഴുകുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ അമിതമായി വിയർത്തൊക്കെ ജോലി ചെയ്യുന്നവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നടക്കാൻ ചാൻസ് ഇല്ല. അങ്ങനെയാണെങ്കിൽ ദിവസം 1 നേരമെങ്കിലും തല കഴുകുന്ന രീതിയിലേക്ക് മാറ്റുക. ദിവസവും 2 നേരമൊക്കെ തല കഴുകുന്നത് മുടി കൊഴിച്ചൽ കൂട്ടാൻ കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ ദിവസവും 2 നേരമൊക്കെ വെച്ച് തല കഴുകുകയാണെങ്കിൽ അത് മുടി കൊഴിച്ചിൽ എന്ത് തന്നെയായാലും കാരണമാകും. അതുകൊണ്ട് പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് ഓരോ ദിവസം ഇടവിട്ട് തല കഴുകുന്നതായിരിക്കും. അമിതമായി വിയർത്തൊക്കെ ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ദിവസം 2 നേരം തല കഴുകുന്നത് കുറച്ച് ദിവസം 1 നേരം തല കഴുകുന്ന രീതിയിലേക്ക് മാറ്റുക. പ്രോട്ടീനും അയേണും അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നില്ല. പ്രോട്ടീനും അയേണും അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നില്ലെങ്കിൽ അത് മുടി കൊഴിച്ചലിനും അകാലനരയ്ക്കുമൊക്കെ കാരണമാകും. അതുകൊണ്ട് എപ്പോഴും ഭക്ഷണത്തിൽ അമിതമായി പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം ഉൾപ്പെടുത്താനായി ശ്രമിക്കുക. ചിക്കനും മുട്ടയുമൊക്കെ കഴിക്കാനായി ശ്രമിക്കുക. ഇത്തരത്തിലുള്ള പ്രോട്ടീൻ ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ മുടിക്ക് ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കും. അതുവഴി നമുക്ക് മുടി കൊഴിച്ചൽ തടയാനും സാധിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട. മറ്റൊരു നല്ല വിഷയമായി മറ്റൊരു വീഡിയോയിൽ കാണാം.